വീണ്ടും വയനാട്ടിൽ നിന്ന് ആശങ്ക പരത്തുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും മുഴക്കവും കേട്ടതായി നാട്ടുകാർ പറയുന്നു. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കായിരുന്നു സംഭവം നടന്നത്. റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ പ്രദേശത്തിലെ ജനവാസ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതായി ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. അമ്പലവയൽ വില്ലേജിലെ RSS മാങ്കോമ്പ്, നെന്മേനി വില്ലേജിലെ അമ്പുകുത്തി മാളിക, മടിപ്പറമ്പ്, വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി, അച്ചൂരാൻ വില്ലേജിലെ സൊയട്ടുകുന്ന്, വെള്ളാപ്പള്ളി വില്ലേജിലെ കാരാട്ടുപടി, മൈലാപ്പടി, ചേലാപുരം, തെക്കുംതറ ഭാഗങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി ജില്ലാ അടിയന്തരകാര്യ നിർവഹണ വിഭാഗം അറിയിച്ചത്. എടക്കലിൽ ഉഗ്രശബ്ദം കേട്ടതായും നാട്ടുകാർ പറഞ്ഞു. രാവിലെ 10-15ഓടെയാണ് ശബ്ദം കേട്ടതും പ്രകമ്പനം ഉണ്ടായത് എന്നും അവരും പറഞ്ഞു. വലിയ ശബ്ദവും മുഴക്കവും ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്, പരിശോധനകൾ നടത്തുകയാണ്. അതേസമയം പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി കൊടുത്തിരിക്കുകയാണ്. കോഴിക്കോട് കുടിഞ്ഞാറൂരിലും പ്രകമ്പനം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. നെന്മേനി വില്ലേജിലും അമ്പലവയൽ വില്ലേജിന്റെ ഭാഗങ്ങളിലുമാണ് വലിയ രീതിയിലുള്ള ശബ്ദം ഉണ്ടായതെന്നും നാട്ടുകാർ പറയപ്പെടുന്നത്. 2 സെക്കൻഡോളം മാത്രമേ ദൈർഘ്യം ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നു. വീടുകളിലും കിണറുകളിലും പരിശോധന നടത്തിയെങ്കിലും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. വീടുകളിൽ വിള്ളലുകളോ കിണറുകളിലെ വെള്ളമോ കലങ്ങിയതായി ഉണ്ടായിട്ടില്ല. കിലോമീറ്ററുകളോളം മേഖലയിൽ ഇത് അനുഭവപ്പെട്ടതായും നെന്മേനി വില്ലേജ് ഓഫീസർ സജീന്ദ്രൻ പറയുന്നു. ഇതുവരെയും നാശനഷ്ടം സ്ഥിരീകരിച്ചിട്ടില്ല. ജനൽ ചില്ലകളിൽ തരിപ്പുണ്ടായിരുന്നതായും ആളുകൾ പറയുന്നു. മാത്രമല്ല, ആളുകൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നും പറയുന്നു. പ്രദേശത്ത് ഒരു പരിഭ്രാന്തി ഉണ്ടായത് വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. മുണ്ടക്കയിൽ നിന്നും 24 കിലോമീറ്റർ അധികം ഇവിടെ ഉണ്ടെന്നും തെളിഞ്ഞ കാലാവസ്ഥയാണെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. എടക്കൽ GSP സ്കൂളിനാണ് അവധി നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, പ്രകമ്പനമുണ്ടായ ജനവാസ മേഖലകളിൽ നിന്നും ആൾക്കാരെ ഉടൻ തന്നെ മാറ്റി തുടങ്ങുമെന്നും നേരത്തെ ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു. സംഭവം റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിലെ ജനങ്ങളെ സുരക്ഷ ഇടങ്ങളിലേക്ക് മാറ്റുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, വയനാട്ടിൽ ജനകീയ തിരച്ചിൽ തുടരുന്നതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ 4 പേരുടെ മൃതദേഹം ഇന്നത്തെ തിരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. തിരച്ചിൽ നടക്കുന്ന സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ റിപ്പണിനോട് ചേർന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സൂചിപ്പാറ, കാന്തൻപാറ വെള്ളച്ചാട്ടങ്ങളിലെ ജലം കൂടിച്ചേരുന്ന ആനയടിക്കാപ്പ് എന്ന പ്രദേശത്തായിരുന്നു മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. റിപ്പണിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ, വനം വാച്ചർമാർ, ആദിവാസികൾ എന്നിവരടങ്ങുന്ന സംഘമാണ് തിരച്ചിൽ നടത്തിയിരുന്നത്. ദുർഘട മേഖല ആയതിനാൽ ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത് എളുപ്പമല്ല എന്നും വിവരമുണ്ട്. എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ.